അനുദിന വിശുദ്ധർ, പേജ് 414, ഒക്ടോബർ 3. ബ്രോഞ്ഞിലെ വിശുദ്ധ ജെറാർഡ്. ജീവിതകാലം 959. ബെൽജിയത്തിൽ നാമൂർ എന്ന പ്രദേശത്ത് ജെറാർഡ് ഭൂജാതനായി. ഒരു സൈനികോദ്യോഗസ്ഥനുള്ള ശിക്ഷണമാണ് യൗവനത്തിൽ ലഭിച്ചത്. 918 ജെറാർഡിനെ ഫ്രഞ്ച് രാജാവിൻ്റെ അടുക്കലേക്ക് നാമൂർ പ്രഭു ഒരു സന്ദേശവുമായി അയക്കുകയുണ്ടായി. മധുരപ്രകൃതിയായ ജെറാർഡ് ഏവർക്കും പ്രിയങ്കരനായിരുന്നു. സന്ദേശം രാജാവിന് കൊടുത്ത ശേഷം ഫ്രാൻസിൽ കുറേ നാൾ താമസിക്കാനിടയാകുകയും പ്രാർത്ഥനാപ്രിയനായ ജെറാർഡ് വിശുദ്ധ ഡെന്നിസിൻ്റെ ബെനഡിക്റ്റൻ ആശ്രമത്തിൽ ചേരുകയും ചെയ്തു. 11 കൊല്ലം പ്രസ്തുത ആശ്രമത്തിൽ ജെറാർഡ് താമസിച്ചു. അവർ അദ്ദേഹത്തെ പുരോഹിതനാക്കി ഉയർത്തി. പുരോഹിതനായ ശേഷം ജെറാർഡ് സ്വരാജ്യത്തേക്ക് മടങ്ങി ബ്രോഞ്ഞ് എന്ന സ്ഥലത്ത് സ്വന്തം ഭൂമിയിൽ ഒരാശ്രമം സ്ഥാപിച്ച് 22 കൊല്ലം അതിലെ ആബട്ടായി താമസിച്ചു. പ്രായശ്ചിത്തവും പ്രാർത്ഥനയും സന്യാസികളിൽ പ്രോത്സാഹിപ്പിക്കാനായി ഫ്ലാൻഡേഴ്സ്, ലൊറെയ്ൻ, ഷാംപെയിൻ എന്നീ സ്ഥലങ്ങളിലെ ആശ്രമങ്ങളിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമം അദ്ദേഹം പ്രചരിപ്പിച്ചു. തൽഫലമായി ബെനഡിക്റ്റൻ സഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാലം ഒരു വസന്തം തന്നെയായിരുന്നു. കർത്താവിൻ്റെ ഈ വിശ്വസ്തദാസൻ പ്രായശ്ചിത്തം കൊണ്ടും അധ്വാനം കൊണ്ടും ക്ഷീണിതനായി 959 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വിചിന്തനം: തിന്മ ചെയ്യാതിരിക്കുന്നത് മാത്രം നീതിയാകുകയില്ല, നന്മ ചെയ്യാതിരിക്കുന്നതും തെറ്റാകും. നിയമം ഇരുവിധത്തിൽ ലംഘിക്കപ്പെടുന്നു. വിശുദ്ധ അത്തനേഷ്യസ്.